2015 ജൂൺ 11 കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ തലസ്ഥാന നഗരമായ കൊൽക്കത്തയിൽ ഒരു സാധാരണ ദിവസം പോലെയാണ് അന്നും ആരംഭിച്ചത്. ഒരു വലിയ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി പ്രീമിയം സൗകര്യങ്ങളുള്ള സമ്പന്നർ താമസിക്കുന്ന സ്ഥലത്തെ ഒരു വലിയ വീട്. ആ വീടിന്റെ അടുത്തുകൂടി ഒരാൾ നടന്നു പോയപ്പോൾ അവിടെ നിന്നും വലിയ അളവിൽ പുക ഉയരുന്നത് കണ്ടു. കറുത്ത പുക. ആ വീടിന്റെ ഒരു ജനാലയിൽ കൂടിയായിരുന്നു പുക പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണുന്നത് പോലെ പുക അടപ്പുകൾ ഒന്നും ഉപയോഗിക്കാത്ത വീടുകളുള്ള ഒരു സമ്പന്ന പ്രദേശമായിരുന്നു അത്. പുക വന്നുകൊണ്ടിരുന്നത് ആ വീടിന്റെ അടുക്കളയിൽ നിന്നായിരുന്നില്ല, മറിച്ച് ബാത്റൂമിന്റെ ചെറിയ ജനാലയിൽ നിന്നായിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയിച്ച അയൽക്കാരൻ ഉടനെ തന്നെ 101 വിളിച്ചു. കുറച്ചു മിനിറ്റിനുള്ളിൽ പോലീസും ഫയർഫോഴ്സും അവിടെ എത്തി. പോലീസ് എത്തി വീട് നോക്കിയപ്പോൾ 2ാം നിലയിലെ ബാത്റൂമിൽ നിന്നാണ് പുക വരുന്നത് കണ്ടത്. അവർ പെട്ടെന്ന് തന്നെ വീടിന്റെ വാതിലിൽ വേഗത്തിൽ മുട്ടാൻ തുടങ്ങി. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. വീണ്ടും അവർ വാതിലിൽ പൂർണ്ണ ശക്തിയോടെ മുട്ടി. ഇത്തവണ അവർ ഒരു നേരിയ മൂളൽ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പക്ഷേ അകത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവർ മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുക കൂടുതലായി പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇനി കാത്തിരിക്കേണ്ടതില്ലെന്ന് കരുതിയ പോലീസ് വാതിൽ തകർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി. ഇതുവരെ നേരിയ തോതിൽ കേട്ടിരുന്ന മൂളൽ ശബ്ദം ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. പക്ഷേ ആ ശബ്ദം വീടിന്റെ ഒരു ഭാഗത്തു നിന്നല്ല, വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരു പ്രതിധ്വനി പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒരാശയക്കുഴപ്പത്തോടെ അകത്തേക്ക് കടന്നപ്പോൾ അവിശ്വസനീയവും ഭയാനകവുമായ നിരവധി കാര്യങ്ങൾ അവർക്കായി കാത്തിരിക്കുകയായിരുന്നു അവിടെ. അതെ, വീടിന്റെ 5 വ്യത്യസ്ത കോണുകളിൽ സൂക്ഷിച്ചിരുന്ന 5 സ്പീക്കറുകൾ, പ്രശസ്ത അമേരിക്കൻ TV പ്രഭാഷക ജോയ്സ് മേയറുടെ പ്രസംഗം, മാത്രമല്ല 100 കണക്കിന് ആത്മീയ പുസ്തകങ്ങൾ തറയിൽ കിടക്കുന്നത് കണ്ടു. ആ വീട്ടിൽ വളരെ കാലമായി ആരും താമസിക്കാത്തതുപോലെ പൊടി നിറഞ്ഞിരുന്നു. ആകെ ഭയാനകമായ കാഴ്ച. പോലീസുകാർക്ക് ഒരു പ്രേതക്കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നി. എന്നിരുന്നാലും പുകവരുന്ന സ്ഥലത്തേക്ക് അവർ പോകാൻ തുടങ്ങി. പോലീസ് ബാത്റൂമിന്റെ വാതിലിന് മുന്നിലെത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പക്ഷേ അപ്രതീക്ഷിതമായി അവരുടെ ജീവിതകാലം മുഴുവൻ മറക്കാൻ കഴിയാത്ത ഒരു കാഴ്ച അവർ അവിടെ കണ്ടു. അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നിങ്ങളിപ്പോൾ ഊഹിച്ചു കാണും. അതെ, പുകയുടെ കാരണം ബാത്ത് ടബിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മനുഷ്യ ശരീരം അവർ കണ്ടെത്തിയിരിക്കുന്നു. ആരാണ് ആ മരണപ്പെട്ടയാൾ? ആ വ്യക്തി സൂയിസൈഡ് ചെയ്തു, അതോ ഇനി ആരെങ്കിലും ആ വ്യക്തിയെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണോ? ഈ ഡെത്തിന് പിന്നിലെ കാരണം എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പുറത്തു വന്നപ്പോൾ അത് കൊൽക്കത്തയെ മാത്രമല്ല, മുഴുവൻ ഇന്ത്യയെയും ഞെട്ടിച്ചു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ഭയാനകമായ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ ലോകത്ത് ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും ഇത് നിങ്ങളെ ചിന്തിപ്പിക്കും. ഇത് വളരെ വ്യത്യസ്തമായതും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു കേസാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന പോലീസ് ബാത്ത് ടബിൽ കത്തിക്കരിഞ്ഞ ബോഡി കണ്ട് ഞെട്ടി മരവിച്ചു നിന്നു. അവർ ആദ്യം ആ ബോഡിയിൽ നിന്നും ഉയർന്നു വന്ന പുക കെടുത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ ആ സ്ഥലം ആകെ തിരയാൻ തുടങ്ങി. ഡെഡ് ബോഡിക്ക് സമീപം ഒരു പെട്രോൾ ക്യാൻ, ഒരു തീപ്പെട്ടി, ഒരു കത്ത് എന്നിവ കണ്ടെത്തി. അയൽക്കാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പോലീസ് മറ്റു ചില തെളിവുകൾക്കായി തിരയാൻ തുടങ്ങിയ അതേ സമയം തന്നെ തറയിൽ, തലയിണ കവറുകളിൽ, വീടിന്റെ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ പലയിടത്തായി ആരോ കൈകൊണ്ടെഴുതിയ പേപ്പർ കുറിപ്പുകൾ കണ്ടെത്തി. മാത്രമല്ല, അവിടെ തിരയുമ്പോൾ പോലീസിന് അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ അത് കത്തിച്ച ഡെഡ് ബോഡിയുടെ ഗന്ധമായിരുന്നില്ല. അത് തികച്ചും വ്യത്യസ്തമായതും അഴുകിയതുമായ ഗന്ധം പോലെയായിരുന്നു. അതിനാൽ പോലീസ് എവിടെ നിന്നാണ് മണം വരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അത് ഒരു കിടപ്പുമുറിയിൽ നിന്നാണ് വരുന്നതെന്ന് അവർ കണ്ടെത്തി. അവർ വീട്ടിലേക്ക് വന്ന നിമിഷം മുതൽ ധാരാളം നിഗൂഢമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ആശയക്കുഴപ്പത്തോടെയും അല്പം ഭയത്തോടെയും അവർ അവിടെ എന്താണുള്ളതെന്ന് കാണാൻ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു. ഇതുവരെ നേരിയ തോതിൽ വന്നിരുന്ന മണം വാതിൽ തുറന്നതോടെ ശക്തമായി വരാൻ തുടങ്ങി. അതിനാൽ പോലീസ് അവിടെ നിന്ന് തന്നെയാണ് മണം വരുന്നതെന്ന് സ്ഥിരീകരിച്ചു. അവർ മുറിയിൽ പ്രവേശിച്ചു. പക്ഷേ
അവിടെ പകൽ സമയമായിട്ടുകൂടി തീരെ വെളിച്ചമില്ലായിരുന്നു. മുറി ഇരുട്ടായതിനാൽ പോലീസിന് മുറിയിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമായി. അവിടെയുള്ള ജനാലയുടെ അടുത്തെത്തി അത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ജനാലകൾ കടലാസുകളും കർട്ടനുകളും കൊണ്ട് ടൈറ്റായി മൂടിയിരിക്കുകയായിരുന്നു. വെളിച്ചം അകത്തേക്ക് കടക്കാതെ അത് മൂടിയിരിക്കുന്നു. ഇത് കണ്ട് പോലീസ് ആശയക്കുഴപ്പത്തിലായി. ജനാലകൾ മാത്രമല്ല, ആ മുറിയുടെ എല്ലാ ഓപ്പണിങ്സും പേപ്പറോ തുണിയോ കൊണ്ട് മൂടിയിരിക്കുന്നു. അങ്ങനെ എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതിയ പോലീസ് സമയം കളയാതെ അവർ കർട്ടനുകളും പേപ്പറുകളും നീക്കം ചെയ്തു. ജനാലകൾ തുറന്നു. ജനൽ തുറന്ന ശേഷം മുറി മുഴുവൻ വെളിച്ചം വ്യാപിച്ചപ്പോൾ അവിടെ കണ്ട രംഗം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. നൂറുകണക്കിന് മർഡർ കേസുകൾ കൈകാര്യം ചെയ്ത പോലീസിന് ആ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. അതെ, മുറിയുടെ മധ്യഭാഗത്തുള്ള കിടക്കയിൽ വൃത്തിയായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യ അസ്ഥികൂടം കണ്ടു. അതുമാത്രമല്ല, വേറെ 2 അസ്ഥികൂടങ്ങൾ കൂടി ആ കട്ടിലിന് താഴെയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ താഴെയുണ്ടായിരുന്ന അസ്ഥികൂടം അത് മനുഷ്യന്റേതല്ല. അത് 2 നായ്ക്കളുടെ പൂർണ്ണമായും അഴുകിയ അസ്ഥികൂടമായിരുന്നു. കിടക്കയുടെ അടുത്ത് അഴുകിയ ഭക്ഷണവും ഉണ്ടായിരുന്നു. ഒരു തീപിടുത്തത്തിന്റെ പേരിലാണ് പോലീസ് അവിടെ വന്നതെങ്കിലും പിന്നീട് ഒരുപാട് ഭയാനകമായ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് വീടിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചുപെറക്കാൻ തുടങ്ങി. വീട് നന്നായി പരിശോധിച്ചു. പക്ഷേ ഇതിനുശേഷം അവർ കണ്ട രംഗം അവർ ഇതിനകം കണ്ടതിൽ നിന്ന് വളരെ ഭയാനകമായിരുന്നു. അത് അവരെ വളരെ ഭയപ്പെടുത്തി. അവിടെയുള്ള വേറൊരു റൂമിൽ അവർ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അതും മുട്ടുന്ന ശബ്ദം. അതിനാൽ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർ നോക്കിയപ്പോൾ അവിടെ ഒരാൾ അസാധാരണമായി ചുമരിൽ തലയിടിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ആ വീട്ടിലെ കുളിമുറിയിൽ നിന്ന് ഒരു കത്തിയ ഡെഡ് ബോഡി കണ്ടെത്തി. കിടപ്പുമുറിയിൽ 3 അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. പക്ഷേ ഇയാൾ ആരാണ്? ആ വ്യക്തി എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന് ചുമരിൽ തലയിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഒരു ചോദ്യവും ചോദിക്കാതെ പോലീസ് ഉടൻ തന്നെ സംശയാസ്പദമായി അവനെ അറസ്റ്റ് ചെയ്തു. സ്കെൽട്ടൻ കേസ് എന്ന പേരിൽ ഈ കേസ് എല്ലായിടത്തും വ്യാപിച്ചു. ഒരു സെൻസേഷണൽ കേസായി മാറി. വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത അവൻ വളരെ അസാധാരണനായിരുന്നു. അവൻ വളരെ വൃത്തികെട്ട വസ്ത്രം ധരിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവന്റെ നഖങ്ങൾ കറുത്തിരുന്നു. അവന് ഒരു ശവശരീരം ചീഞ്ഞതിൽ നിന്നും വരുന്ന ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അവനെക്കുറിച്ച് അന്വേഷണം നടന്ന സമയത്ത് വീട്ടിൽ തിരച്ചിൽ നടത്തിയ പോലീസിന് ചില പ്രധാന ഡയറികൾ അവിടെ നിന്ന് കിട്ടി. ആ ഡയറി വായിച്ച പോലീസ് ഞെട്ടി. പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് പോലെ ആ ഡയറിയിൽ എല്ലാം വിശദമായി എഴുതിയിരുന്നു. ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: 1968 ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന ദമ്പതികൾ അരബിന്ദയും ആരതിയും. ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ നയിച്ചു. അധികം വൈകാതെ അവർക്ക് ദേവ്ജാനി എന്ന മകളും പാർത്തോ എന്ന ആൺകുട്ടിയും ജനിച്ചു. സാധാരണയായി ആരതിയുടെ മനസ്സിൽ എല്ലാ മാതാപിതാക്കളെയും പോലെ തന്റെ കുട്ടികളെ അവൾ വളരെയധികം കെയർ ചെയ്യുമായിരുന്നു. പക്ഷേ അവൾ തിരഞ്ഞെടുത്ത രീതിയായിരുന്നു ഈ മുഴുവൻ കേസിന്റെയും തുടക്കം. അതെ, നാം എല്ലാവരും നമ്മുടെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ അപരിചിതരോട് സംസാരിക്കരുത്, അവരിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുത് എന്നൊക്കെയല്ലേ. പക്ഷേ ആരതി ഒരു പടി കൂടി കടന്ന് അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളോട് സംസാരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കി. മറ്റു കുട്ടികളുമായി കളിക്കാൻ അവരെ അനുവദിച്ചില്ല. അവരുടെ സാമൂഹിക ജീവിതം പരിമിതപ്പെടുത്തി. അങ്ങനെ പുറത്തു പോകാതെ അവളുടെ മകൾ ദേവ്ജാനിയും മകൻ പാർത്തോയും ആ വീട്ടിനുള്ളിൽ തന്നെ താമസിക്കാനും കളിക്കാനും തുടങ്ങി. പക്ഷേ അവർ അങ്ങനെ വളർന്നപ്പോൾ അത് അവരുടെ സാമൂഹിക ജീവിതത്തെയും കഴിവുകളെയും ബാധിക്കാൻ തുടങ്ങി. മാത്രമല്ല, പാർത്തോ തന്റെ കുട്ടിക്കാലം മുഴുവൻ തന്റെ സഹോദരി ജാനിക്കൊപ്പം ചെലവഴിച്ചതിനാൽ അവളുടെ സഹോദരിയുടെ പെരുമാറ്റം പോലെ അവനും മൃദുവായി സംസാരിക്കാനും പെൺകുട്ടിയായി പെരുമാറാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ അവന്റെ അമ്മ തന്റെ മകൻ ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ പ്രായോഗികമായി പാർത്തോയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൻ കുട്ടിക്കാലം മുതൽ തന്റെ സഹോദരിയോടൊപ്പം വളർന്നതിനാൽ അവൻ അവളുടെ പോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ തുടങ്ങിയെന്ന് മാത്രം. യഥാർത്ഥത്തിൽ കുട്ടിക്കാലം മുതൽക്കേ മറ്റു കുട്ടികളുടെ കൂടെ ഇടപഴകുന്നതിൽ നിന്നും അവൾ അവനെ വിലക്കിയിരുന്നു. എന്നിട്ടിപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നു അവൻ ഒരു സാധാരണ കൗമാരക്കാരനായ ആൺകുട്ടിയെ പോലെ പെരുമാറണമെന്ന്. കൂടാതെ അവളുടെ മകൻ അവളല്ലാതെ മറ്റൊരാളുമായി അടുപ്പത്തിലാകുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതുമാത്രമല്ല,
തന്റെ മകൻ അവന്റെ സഹോദരിയുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത് പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവൾ അത്രയ്ക്കും അസൂയാലുവായിരുന്നു. ഇതെല്ലാം അവൾ ഡയറിയിൽ എഴുതിയിരുന്നു. അതിനായി അവൾ പലപ്പോഴും ജാനിയെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, പാർത്തോയ്ക്ക് ഒരു പ്രശ്നവുമില്ലെങ്കിലും അവന്റെ അമ്മ തന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. അത് പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകാൻ അവൾ തയ്യാറായിരുന്നു. തന്റെ മകൻ ഒരു സാധാരണ ആൺകുട്ടിയാണോ എന്ന് പരിശോധിക്കാൻ അവരുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവരുന്നു. അതായത് ആ അമ്മ ആ വേലക്കാരിയെ വെച്ച് തന്റെ മകൻ ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതുപ്രകാരം മകന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം ആ അമ്മ ഡയറിയിൽ കുറിച്ചിരുന്നു. അവരുടെ ബാല്യവും കൗമാര ജീവിതവും ഇങ്ങനെ പോകുമ്പോൾ 1988 പാർത്തോയുടെ മുത്തച്ഛൻ മരിച്ചു. സ്വാതന്ത്ര്യത്തിനു മുമ്പ് പാർത്തോയുടെ മുത്തച്ഛൻ 1930 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു വീട് വാങ്ങിയിരുന്നു. ഇപ്പോൾ മുത്തച്ഛന്റെ മകനായ അരബിന്ദയും കുടുംബവും, അതായത് പാർത്തയുടെ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ പാർത്തവും ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കത്തയിലെ ആ വീട്ടിലേക്ക് താമസം മാറി. നമ്മൾ ആദ്യം പറഞ്ഞ ആ പോലീസുകാരെ ഞെട്ടിച്ച ആ വീടും ഇതുതന്നെയായിരുന്നു. അപ്പോൾ അവർ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കരുതുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. വിദേശത്ത് സമാനമായ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. അങ്ങനെ പാർത്തോയുടെ മുത്തച്ഛന്റെ മരണശേഷം ആ കുടുംബം മൊത്തം ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് താമസം മാറുകയാണ്. താമസം മാറിയതുകൊണ്ട് മാത്രം ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചില്ല. പക്ഷേ വീട്ടിൽ മറ്റെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും പാർത്തോ തന്റെ സഹോദരി കൂടെയുണ്ട് എന്നുള്ള ഒറ്റ ആശ്വാസത്തിലാണ് ജീവിച്ചിരുന്നത്. പക്ഷേ അത് അധികനാൾ നീണ്ടുനിന്നില്ല. അതെ, ചില കാരണങ്ങളാൽ പാർത്തോയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം പാർത്തോയിനെയും സഹോദരിയെയും ഒത്തിരി വേദനിപ്പിച്ചു. കാരണം അവരുടെ ലോകം ആ നാലംഗ കുടുംബമായിരുന്നു. പക്ഷേ പാർത്തോയുടെ മാതാപിതാക്കളുടെ തീരുമാനം അന്തിമമായിരുന്നു. അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം കോടതി വിധിയുടെ സഹായത്താൽ അത് സാധ്യമാകുന്നു. അവസാനം പാർത്തോ തന്റെ അമ്മ ആരതിയുടെ കൂടെയും പാർത്തോയുടെ സഹോദരി ഡേബ്ജാനി പാർത്തോയുടെ അച്ഛന്റെ കൂടെയും താമസിക്കാൻ കോടതി വിധിക്കുന്നു. അങ്ങനെ കൊൽക്കത്ത റോബിൻസൺ സ്ട്രീറ്റിലെ ആ വലിയ ബംഗ്ലാവിൽ പാർത്തോയും അച്ഛൻ അരബിന്ദയും അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചത്? ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ ആ ബോഡി ആരുടേതായിരുന്നു? കിടപ്പുമുറിയിൽ കിടന്നിരുന്ന ആ അസ്ഥിക്കുടം ആരുടേതായിരുന്നു? പിന്നെ ആ നായ്ക്കളുടെ അസ്ഥിക്കുടം? കൂടാതെ ആ വീട് എങ്ങനെയൊരു പ്രേതഭവനം പോലെയായി തീർന്നു? ഇതിനെല്ലാം അപ്പുറം പോലീസ് അവിടെ നിന്നും ജീവനോടെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത ആ ആൾ ആരായിരുന്നു? സ്വന്തം തല ആ ഇരുട്ടുമുറിയിലെ ചുമരിലിടിച്ച് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറിയ മനുഷ്യൻ ആരായിരുന്നു? അങ്ങനെ ആ വലിയ ബംഗ്ലാവ്, പിന്നെ അവിടെ ഒളിച്ചിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര നമുക്ക് തുടരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിൻഡി നൈറ്റ്സിലെ ദ റിയൽ ക്രൈം സ്റ്റോറീസ്. പാർത്തോയുടെ ഏക ആശ്വാസമായിരുന്ന സഹോദരി അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഇല്ല. ആ വേർപിരിയൽ ആ കൂടപ്പിറപ്പുകളെ ഒത്തിരി വേദനിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും അവരുടെ പഠനത്തെ ബാധിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. ജീവിതം ഒരു വൃത്തം പോലെയാണെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എത്ര തടസ്സങ്ങളുണ്ടായാലും ചിലപ്പോൾ ചിലത് തുടങ്ങിയെടുത്തു തന്നെ വന്നു നിൽക്കും. അതെ, പാർത്തോയുടെയും സഹോദരിയുടെയും കാര്യത്തിലും ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. പാർത്തോയ്ക്ക് വീണ്ടും തന്റെ സഹോദരിയോടൊപ്പം കഴിയാൻ അവസരം ലഭിച്ചു. പാർത്തോയും ജാനിയും സ്കൂൾ പഠനം പൂർത്തിയാക്കി കൊൽക്കത്ത രാജബസാർ സയൻസ് കോളേജിൽ ചേർന്നു. അങ്ങനെ അവർ ഇരുവരും വീണ്ടും ഒന്നിച്ചു വളർന്നു. പക്ഷേ പാർത്തോയുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. മറ്റുള്ളവരിൽ നിന്നകന്ന് ആരോടും ഇടപെടാതെ ആ ചേച്ചിയും അനിയനും മാത്രമായുള്ള ഒരു ലോകത്ത് ഒത്തിരി സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. പിന്നീട് കോളേജ് പ്രൊഫസർമാരും മറ്റുള്ളവരുമുള്ള അന്വേഷണത്തിനിടയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ആ രണ്ട് കൂടപ്പിറപ്പുകൾ അവരുടെ പരിധി ലംഘിച്ച് വരെ ഇടപഴകിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അതിനായി അവർ ഉപയോഗിച്ച പദം ഇൻസെസ്റ്റ് എന്നായിരുന്നു. ആ സഹോദരങ്ങൾ ഇൻസെസ്റ്റ് ആയിരുന്നു എന്നാണ്. ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് രക്തബന്ധം കൊണ്ട് അടുത്തു നിൽക്കുന്നവർ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. വീണ്ടും അവൻ തന്റെ സഹോദരിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ കോളേജ് സമയത്ത് അവരുടെ അതിര് കവിഞ്ഞ ആ ബന്ധത്തെ മറ്റാരും സീരിയസ് ആയി എടുത്തിരുന്നില്ല.
കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം സംഗീതം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാർത്തോയുടെ സഹോദരി ദേവ്ജാനി ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ പോയി. പാർത്തോയും TCSൽ ജോലി നേടി അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ ജീവിതം വളരെ നന്നായി മുന്നോട്ടു പോകുന്ന ആ സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഒരു ഇടിമിന്നൽ പോലെ വീണ്ടും ഒരു ദുരന്തം വരുന്നത്. 2005 പാർത്തോയുടെ അമ്മ ആരതിക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നു. ചികിത്സകളൊന്നും ഫലിക്കാത്ത ഒരു സ്റ്റേജിൽ പാർത്തോയുടെ അമ്മ മരണപ്പെടുന്നു. മക്കളുടെ സംരക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ അവരെ കഠിനമായ ഒരു രീതിയിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവരുടെ ജീവിതം ഇങ്ങനെ തീർത്തിട്ടും പാർത്തോയ്ക്ക് അവരുടെ അമ്മയെ വളരെ ജീവനായിരുന്നു. അവന്റെ ലൈഫിലെ 2 നെടും തൂണുകളിൽ പോലെയായിരുന്നു അമ്മ ആരതിയും സഹോദരി ദേവ്ജാനിയും. അങ്ങനെ ഈ സംഭവം കാരണം പാർത്തോ പൂർണ്ണമായും തകർന്നു. പാർത്തോ മാത്രമല്ല, അവരുടെ അച്ഛനും. അതായത് ആ വാർത്ത ആ മുഴുവൻ കുടുംബത്തെയും തകർത്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അമേരിക്കയിലെ ജോലി രാജിവെച്ചു. വീണ്ടും കൊൽക്കത്തയിലെ തന്റെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മയുടെ മരണശേഷം പാർത്തോ ആ വീട്ടിലേക്ക് വീണ്ടും വരുന്നു. പിന്നീടുള്ള 10 വർഷം, അതായത് ആ വലിയ വീട്ടിലെ ബാത്റൂമിന്റെ ജനാലയിൽ നിന്നും ആ കറുത്ത പുക കണ്ട് അയൽക്കാർ പോലീസിനെ വിളിക്കുന്ന ഈ സമയം വരെ പാർത്തോ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ പ്രേതാലയം പോലുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ. അതായത് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ പാർത്തോ പുറത്തൊന്നും പോകാതെ ആ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു. ജോലിക്കൊന്നും പോകാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. അങ്ങനെ വീടിന്റെ ഒരു മൂലയിൽ പാർത്തോ വിചിത്രമായി കഴിഞ്ഞു പോകുന്നു. മറുവശത്ത് തന്റെ സഹോദരി അമ്മയുടെ മരണത്തിന് ശേഷം അവളെ ആത്മീയതയിലേക്ക് സമർപ്പിച്ചതുപോലെയായിരുന്നു. അവളുടെ ജീവിതത്തിലെ മുഴുവൻ സമയവും ആത്മീയതയിലേക്ക്, പ്രത്യേകിച്ച് ലോകമെമ്പാടും അനുയായികളുള്ള ക്രിസ്ത്യൻ പ്രഭാഷക ജോയ്സി മേയറുടെ ഒരു പ്രസംഗത്തിൽ അവൾ ആകൃഷ്ടയാകുന്നു. ജോയ്സി മേയർ എന്ന പേര് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടുകാണും. കാരണം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പോലീസുകാർ ബംഗ്ലാവ് തുറക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ സമയത്ത് ആ വീടിന്റെ പല ഭാഗങ്ങളിലെ സ്പീക്കറിൽ നിന്നായി കേട്ടുകൊണ്ടിരുന്ന പ്രസംഗം ജോയ്സി മേയറുടേതായിരുന്നു. പക്ഷേ പാർത്തോയുടെ സഹോദരി ഈ ഒരു മതത്തിൽ മാത്രമല്ല വിശ്വസിച്ചിരുന്നത്. അന്യമതത്തിൽ നിന്നായി ഏകദേശം 12ഓളം മതനേതാക്കളെ അവൾ പിന്തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2015 പോലീസ് ആ വീട് പരിശോധിച്ചപ്പോൾ 1000-ലധികം ആത്മീയ പുസ്തകങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയത്. കൂടാതെ പാർത്തോയുടെ അച്ഛനും അമ്മയും പണ്ടുമുതൽ പല അന്ധവിശ്വാസങ്ങളിലും പല വിചിത്ര ചിന്താഗതിയിലും അടിമപ്പെട്ടിരുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മക്കളെയും അവർ അങ്ങനെ വളർത്തിയത്. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് ആ വീടിന്റെ ഏകദേശ അവസ്ഥ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന 3 പേരും 3 വിചിത്ര മനസ്സിനടിമപ്പെട്ട വിചിത്ര സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 രൂപങ്ങളാണ്. അങ്ങനെ അവർ 3 പേരും ഒരേ വീട്ടിൽ താമസിച്ചിട്ടും അവർ സന്തുഷ്ടരായിരുന്നില്ല. എല്ലാവരും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലായതിനാൽ അവർ അധികം സംസാരിച്ചില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവർക്കിടയിൽ സംസാരം പതിയെ കുറഞ്ഞു വന്നു. ചെറിയ കുറിപ്പുകളിലൂടെ ആശയവിനിമയം നടത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് വീട്ടിൽ മുഴുവൻ കൈകൾ കൊണ്ടെഴുതിയ കുറിപ്പുകൾ കൊണ്ട് നിറഞ്ഞത്. പതുക്കെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നിർത്തി. ഇതുമൂലം മറ്റുള്ളവർക്കും അവരുടെ വീട്ടിലേക്ക് വരാൻ സാഹചര്യമില്ലായിരുന്നു. ആരോടും സംസാരിക്കാൻ പോലും ശ്രമിച്ചില്ല. പക്ഷേ ആ വീട്ടിൽ സ്ഥിരമായി പോകുന്ന ഒരേയൊരു വ്യക്തി സെക്യൂരിറ്റി ഗാർഡായിരുന്നു. അതും 3 നേരം ഭക്ഷണം എത്തിക്കാൻ. സെക്യൂരിറ്റി വീടിനുള്ളിൽ പോയി എന്നല്ല, ആ സെക്യൂരിറ്റി ഭക്ഷണം മുൻവശത്തെ വാതിലിനടുത്ത് വെച്ചിട്ട് പോകും. അവർ എപ്പോൾ ഭക്ഷണം എടുക്കുന്നുവെന്ന് അവനറിയില്ലായിരുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ വീട് ആരും താമസിക്കാത്ത ഒരു പ്രേതാലയം പോലെയായി. അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്ന് 2014 ഓഗസ്റ്റിൽ അവർ വളർത്തിയിരുന്ന 2 ലാബ്രഡോർ നായ്ക്കളിൽ അവയിലൊന്ന് ചത്തു. അങ്ങനെ ആ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ 2ാമത്തെ നായ കൂടി മരണപ്പെടുന്നു. ഈ നായ്ക്കളുടെ മരണത്തിന് കാരണം ഏതോ ദുഷ്ടാത്മാക്കളുടെ ശാപമാണെന്ന് പാർത്തോയുടെ സഹോദരി വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ ശാപം നീക്കാൻ ഉപവാസം മാത്രമാണ് ഏക മാർഗമെന്ന് അവൾ തീരുമാനിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയിട്ടും അവൾ ഉപവാസം നിർത്തിയില്ല. ഈ ഉപവാസം നിർത്താൻ ദൈവം എന്തെങ്കിലും അടയാളം നൽകുന്നതുവരെ അവളൊന്നും കഴിക്കില്ലെന്ന് വളരെ വിചിത്രമായ തീരുമാനത്തിൽ അടിയുറച്ചു നിന്നു. ആ മരണപ്പെട്ട നായ്ക്കളുള്ള അതേ മുറിയിൽ അവൾ ഉപവസിച്ച് ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്ന ദേവ്ജാനി ഉപവാസം കാരണം 2014 ഡിസംബർ 29 മരണപ്പെടുന്നു.
വീഡിയോയുടെ തുടക്കത്തിൽ പോലീസുകാർക്ക് ഒരു റൂമിൽ നിന്നും ഒരു ബെഡിൽ കിടക്കുന്ന അസ്ഥിക്കുടവും അതിനടുത്തായി 2 നായ്ക്കളുടെ അസ്ഥിക്കുടവും കണ്ടെത്തിയ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് പാർത്തോയുടെ സഹോദരി ദേവ്ജാനിയുടെയും അവളുടെ 2 നായ്ക്കളുടെയും അസ്ഥിക്കുടങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ വീട്ടിൽ പാർത്തോയുടെ സഹോദരി ദേവ്ജാനി കൂടാതെ പാർത്തോയും അദ്ദേഹത്തിന്റെ പിതാവും ഉണ്ടല്ലോ. അവളുടെ മരണവിവരം ഇവർ രണ്ടുപേരും അറിഞ്ഞിരിക്കില്ലേ എന്ന്. അതെ, അറിഞ്ഞിരുന്നു. പക്ഷേ പാർത്തോയ്ക്ക് മാത്രമാണ് അത് അറിയാമായിരുന്നത്. കാരണം അമ്മയുടെ മരണശേഷം ആ വീട്ടിലുള്ള 3 പേർ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. അത്യാവശ്യങ്ങൾക്ക് മാത്രം അവർ കടലാസു കഷ്ണങ്ങളിൽ എഴുതി അതുവഴിയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത്. അവരുടെ എല്ലാ സംഭാഷണങ്ങളും ആ രീതിയിലൂടെ ആയിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനാൽ പാർത്തോ തന്റെ സഹോദരിയുടെ മരണം അയാളുടെ അച്ഛനെ അറിയിച്ചിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ പാർത്തോ തന്റെ സഹോദരിയും ആ 2 നായ്ക്കളുമുള്ള അതേ മുറിയിലാണ് താമസിച്ചത്. അവന്റെ സഹോദരിയുടെ ബോഡി ജീർണിക്കാൻ തുടങ്ങിയപ്പോഴും അവളുടെ ബോഡി പുഴുക്കൾ നിറഞ്ഞപ്പോഴും പാർത്തോ തന്റെ സഹോദരിയുടെ അതേ മുറിയിലാണ് താമസിച്ചത്. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതെ, അവന്റെ ജീവിതത്തിലെ അവസാനത്തെ നെടുംതൂണും തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ. അവന്റെ സഹോദരിയുടെ മരണം അത്രത്തോളം അവന്റെ മനസ്സിനെ ബാധിച്ചിരുന്നു. തനിക്കുള്ളതെല്ലാം പോയി എന്ന് അയാൾക്ക് തോന്നി. അതിനുശേഷം പാർത്തോ ചെയ്ത കാര്യങ്ങളാണ് ഈ കേസ് കൊൽക്കത്തയിലെ ഏറ്റവും സെൻസേഷണൽ കേസായി മാറാൻ കാരണമായത്. അതെ, ദേവ്ജാനിയുടെ മരണശേഷവും പാർത്തോ പതിവ് പോലെ അതേ മുറിയിൽ തന്നെ താമസിച്ചു. അതേ മുറി എന്നതിന് പകരം അതേ കിടക്കയിൽ തന്നെ എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. കഴിഞ്ഞ 6 മാസമായി എല്ലാ രാത്രിയും അവന്റെ സഹോദരിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന ക്വീൻ സൈസ് കിടക്കയിൽ അവൻ അഴുകിയ ബോഡിയുമായി ഉറങ്ങി. ദിവസവും അവൻ അവളുടെ സഹോദരിക്ക് ഭക്ഷണം നൽകി. അവളെയും കിടക്കയും വൃത്തിയാക്കി. ഒരു ജീവനുള്ള വ്യക്തിയെ പോലെ അവളെ പരിപാലിച്ചു. മാത്രമല്ല, അവൾക്ക് കൂട്ടിനായി ആഗസ്റ്റിലും സെപ്റ്റംബറിലുമായി മരിച്ച അവളുടെ 2 നായ്ക്കളെയും അയാൾ വൃത്തിയാക്കി അതേ മുറിയിൽ തന്നെ സൂക്ഷിച്ചു. ഈ സാഹചര്യത്തിലാണ് 2015 ജൂൺ 11 കുളിമുറിയിലെ പുക കാരണം പോലീസ് വീട്ടിലെത്തി കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കണ്ടത്. പിന്നീട് അവർ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ ആ കത്തിക്കരിഞ്ഞ ബോഡി ആരുടേതായിരുന്നു? അതെ, കൂട്ടുകാർ ചിന്തിച്ചതുപോലെ തന്നെ അത് പാർത്തോയുടെ 70 വയസ്സുള്ള അച്ഛന്റെ മൃതശരീരമായിരുന്നു. അപ്പോൾ പാർത്തോയാണോ തന്റെ അച്ഛനെ കത്തിച്ചു കൊന്നത്? അതോ അതിന് വേറെന്തെങ്കിലും കഥയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എല്ലാം ആ വീട്ടിൽ നിന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നു. അതെ, പോലീസിന് ലഭിച്ച ഡയറി പ്രകാരം അതിൽ നിന്നും നമ്മൾ കേട്ട സംഭവങ്ങളെല്ലാം തന്നെ മാച്ച് ചെയ്യും വിധം പാർത്തയുടെ സഹോദരിയുടെയും പാർത്തയുടെ അച്ഛന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നു. ആ ഡയറിയിലും അവിടെ നിന്നും കിട്ടിയ കുറിപ്പിലും പറഞ്ഞതുപോലെ പാർത്തയുടെ സഹോദരി ദേവ്ജാനി മരണപ്പെട്ടിരിക്കുന്നത് കഠിനമായ ഉപവാസം മൂലമാണ്. കൂടാതെ പാർത്തയുടെ അച്ഛൻ ആ മുറിയിൽ ആത്മഹത്യ ചെയ്തതിനുള്ള തെളിവായി അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും അടുത്തുതന്നെ കത്തിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൂടാതെ ദേവ്ജാനിയുടെ അസ്ഥികൂടത്തിന് കൊലപാതകത്തിൻ്റെതായ അല്ലെങ്കിൽ മറ്റു ബലപ്രയോഗത്തിൻ്റെതായ ഒരടയാളവും ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. കൂടാതെ പോലീസുകാർക്ക് അവിടെ നിന്നും ലഭിച്ച മറ്റ് സാഹചര്യ തെളിവുകളുടെയും സഹായത്താൽ ആ 2 മരണങ്ങൾക്ക് പിന്നിൽ പാർത്തോയല്ല എന്ന് പോലീസ് അനുമാനിക്കുന്നു. അതിനാൽ ഡയറിയിലെ എല്ലാം സത്യമാണെന്ന് പോലീസ് വിശ്വസിച്ചു. പാർത്തോയെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രത്യേക മാനസിക നില കണക്കിലെടുത്ത് കൊലക്കുറ്റം ചുമത്താതെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മരണവിവരം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ അണുബാധ പരത്തും വിധം മൃതശരീരത്തിനൊപ്പം കഴിഞ്ഞതിനും അദ്ദേഹത്തിനു മേൽ കുറ്റം ചുമത്തപ്പെട്ടു. മാസങ്ങളോളം അദ്ദേഹം ഡെഡ് ബോഡിയോടൊപ്പം കഴിഞ്ഞതിനാൽ അത് മാനസികമായി ബാധിച്ചിരിക്കാമെന്ന് ഡോക്ടർമാർക്ക് തോന്നി. പാർത്തോയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. കോടതി അഭ്യർത്ഥന സ്വീകരിച്ചു. കൊൽക്കത്ത പാവുലോവ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നു. ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം നൽകുന്നു. എന്റെ അനുവാദമില്ലാതെ എന്നെ പൂട്ടിയിട്ടത് നിയമവിരുദ്ധമാണ്. ഞാനൊരു സ്വതന്ത്ര പൗരനാണ്. എനിക്ക് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം. എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ടെങ്കിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനാൽ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കൂ. അത് എന്റെ ആഗ്രഹമാണ്, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് തുടർച്ചയായ ചികിത്സയുടെ ഫലമായി അദ്ദേഹം പതുക്കെ സുഖം പ്രാപിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം മോചിതനായപ്പോൾ കൊൽക്കത്തയിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ഫാദർ റോഡ്നി പാർത്തോയ്ക്ക് വേണ്ട കെയർ കൊടുത്ത് പാർത്തോയെ പരിപാലിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങി. റോബിൻസൺ സ്ട്രീറ്റിലെ തന്റെ 3-ാമത്തെ നമ്പർ വീട് 40 കോടിക്ക് വിറ്റു. കൊൽക്കത്തയിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങി.
പതുക്കെ അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങി പല പരിപാടികളിലും പങ്കെടുത്ത് ജനങ്ങളുമായി ഇടപഴകി ഒരു മനുഷ്യനെ പോലെ നല്ല ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിയേക്കാം, ഒരു സിനിമാ കഥയുടെ എൻഡിങ് എന്ന പോലെ. എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ യഥാർത്ഥ കഥ മറ്റൊന്നായിരുന്നു. 2017 ഫെബ്രുവരിയിൽ ഒരു ദിവസം പാർത്തോ തന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അടുത്ത ദിവസം അദ്ദേഹം ഒരു കുറിപ്പ് അപ്ലോഡ് ചെയ്തു. അതിങ്ങനെയായിരുന്നു: ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ്. പിറ്റേന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിലെ വാതിലിൽ മുട്ടി വിളിച്ചിട്ടും തുറക്കപ്പെടുന്നില്ല. ഈ വിവരമറിഞ്ഞ് അവിടെ വന്ന ഫാദർ റോഡ്നി ഉടനെ പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് എത്തി അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറക്കുമ്പോൾ അവിടെ കൂടി നിന്നവർ ആ കാഴ്ച കണ്ട് ഞെട്ടുന്നു. കാരണം 2015 റോബിൻസൺ സ്ട്രീറ്റിലെ 3-ാം നമ്പർ വീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ അരബിന്ദയുടെ ഡെഡ് ബോഡി കണ്ടതുപോലെ, അതുപോലെ തന്നെ പാർത്തോയുടെ അപ്പാർട്ട്മെന്റിന്റെ കുളിമുറിയിൽ സമീപത്ത് പെട്രോൾ ക്യാനും തീപ്പെട്ടിയും ബാത്ത് ടബിൽ പാർത്തോയുടെ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡിയും. അരബിന്ദനിൽ നിന്ന് കണ്ടെത്തിയതുപോലുള്ള കത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാർത്തോ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം പിതാവിന്റെ മരണം പോലെ തന്നെ ഇപ്പോഴും അത് ഒരു നിഗൂഢതയായിരിക്കാം. ഒരുപക്ഷെ വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത എന്നിവയായിരിക്കാം. അവൻ പതിയെ സുഖം പ്രാപിച്ചു. പക്ഷെ എന്തിനാണ് അയാൾ അത്തരമൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്? അറിയില്ല. ഓരോ വ്യക്തികളും അവരുടെ മനസ്സും ചിന്താമണ്ഡലങ്ങളും എല്ലാം വിചിത്രമാണ്. അതൊരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുക അസാധ്യമാണ്. വിചിത്രമായ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.